Hi everyone. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കുമെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും പതുക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. എന്നാലും ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് സിനിമകൾ കണ്ടു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ റിവ്യൂ ഒരുമിച്ചിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് എനിക്ക് ആ സിനിമകളെ പറ്റി കുറേ ഒന്നും പറയാനില്ല, കുറച്ചേ പറയാനുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ റിവ്യൂ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈയിടെയായി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ച് സീരീസിൻ്റെയും കൊറിയൻ ഡ്രാമയുടെയൊക്കെ പോസ്റ്ററാണ് ഒട്ടിച്ചേക്കുന്നത്. കൊള്ളാമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ ഏറ്റവും അടുത്തിടയ്ക്ക് കണ്ട സിനിമ ആലപ്പുഴ ജിംഖാനയാണ് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് നസ്ലീനും വേറെ കുറെ പുതുമുഖങ്ങളും അഭിനയിച്ച സിനിമയാണ്. ഞാനും അമ്മയും കൂടെയാണ് സിനിമ കാണാൻ പോയത്. അമ്മയ്ക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, പക്ഷെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്, കോമഡി മൂവിയാണ്. നമ്മളിതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പം സ്പോർട്സ് മൂവിയാണെന്ന് വിചാരിക്കും, പക്ഷെ ഇതൊട്ടും സ്പോർട്സ് മൂവി അല്ല. ഇതൊരു കോമഡി മൂവിയാണ്. ആക്ച്വലി കോമഡി സ്ലൈസ് ഓഫ് ലൈഫ് മൂവിയാണ്. അതിൽ കുറച്ച് സ്പോർട്സ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ കഥ എന്ന് വെച്ചാൽ, ഒരു കൂട്ടം ബോയ്സ്, ചെറുപ്പക്കാർ, അവര് സ്കൂളിന്ന് ഇപ്പൊ +2 തോറ്റു കഴിഞ്ഞിട്ട് അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് അവര് തീരുമാനിക്കുന്നു നമുക്കൊന്ന് സ്പോർട്സ് കോട്ടയിൽ കയറാൻ നോക്കാം. അതുകൊണ്ട് അവര് ബോക്സിംഗ് പഠിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവര് ബോക്സിങ്ങിൽ എത്തിച്ചേർന്നിട്ട് അവിടുന്ന് എങ്ങനെയാണ് അവര് ബോക്സിങ്ങിനെ താല്പര്യം ജനിക്കുന്നത്. ആദ്യമൊക്കെ അവർക്ക് വെറും ബോക്സിംഗ് വെറുതെ ഒരു കളി പോലെയാണ്. അവർക്ക് വലിയ സീരിയസ് ഒന്നുമല്ല അവർ ബോക്സിങ്ങിനെ കുറിച്ച്. എന്നിട്ട് ഇങ്ങനെ അവര് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അവസാനം ആവുമ്പോൾ ബോക്സിങ്ങിനെ എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നു ആണ് ഈ സിനിമയുടെ കഥ എന്ന് വേണേ പറയാം. പക്ഷെ വലിയ കഥയൊന്നുമില്ല. ഇത് വെറുതെ ഒരു എക്സ്പീരിയൻസ്. ആ ബോയ്സ് കടന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു കൂട്ടായ്മയും അതിന്റെ എല്ലാം കൂടെയാണ് ഈ കഥ. അതിൽ വലിയ ആർക്ക് എന്ന് വെച്ചാൽ സിനിമയിൽ എപ്പോഴും ഒരു തുടക്കം മടുക് അവസാനം എന്നൊരു കൺസെപ്റ്റ് ഇല്ലേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വെറുതെ ഒരു എക്സ്പീരിയൻസ്. അത് പക്ഷെ കുറെ തമാശയും കുറെ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂടെ ചേർന്നൊരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ അങ്ങനെ മസ്റ്റ് വാച്ച് ആണ്, എന്തായാലും പോയി കാണണം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണണം എന്ന് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന്, ചിലവരൊക്കെ ആവറേജ് ആണെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല തമാശയുണ്ടായിരുന്നു, കുറെ ചിരിക്കാനുള്ള വകയുണ്ട് ഈ സിനിമ കാണാൻ പോയാൽ. നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ഈ സിനിമയിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത. നമ്മൾ കുറെ സ്പോർട്സ് മൂവിയാണ് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ ഒന്നും ഇഷ്ടപ്പെടാൻ നമുക്ക് സാധ്യത കുറവാണ്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഖാലിദ് റഹ്മാന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ സിനിമയുടെ, തല്ലുമാലയിലും ഉണ്ടായിരുന്നു, അത് ഇതിലും ഉണ്ട്. ആ ഒരു സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിന്റെ സ്പോയിലർ റിവ്യൂവിലോട്ട് കടക്കാം. സ്പോയിലർ റിവ്യൂ എന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയില് ഇവരാരും ആ ടൂർണമെന്റിൽ പോയിട്ട് ജയിച്ചു വരുന്നില്ല എന്നുള്ളതാണ്. അവർ ടൂർണമെന്റിൽ പോയിട്ട് ഒരാളെ ജയിക്കുന്നുള്ളൂ. ബാക്കി എല്ലാരും അങ്ങ് പൊട്ടിപ്പാളീസ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ആ ഒരു റിയലിസം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നസ്ലീന്റെ ക്യാരക്ടർ ജോജോ ഭയങ്കര ഒരു ജോജോയുടെ ക്യാരക്ടർ ഫ്രീ ആയിട്ട് കാണുന്ന പെമ്പിള്ളാരെ എല്ലാം ഫ്ലോട്ട് ചെയ്യുക. അവന് ഒരു കുറ്റബോധം ഒന്നും ഉള്ള പരിപാടിയൊന്നും ഇല്ല. കാണുന്ന പെമ്പിള്ളാരെ എല്ലാം അവന് ഫ്ലോട്ട് ചെയ്യുന്നതാണ് അവന്റെ ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത. എന്നാൽ അത് അവസാനം ആവുമ്പോഴേക്ക് അവനങ്ങ് മനസ്സ് മാറി ഒരു പെങ്കൊച്ചെ ഉണ്ടാവും അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെയാണ് അവന്റെ നേച്ചർ. അത് തന്നെ അങ്ങ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ ഷെറിൻ എന്നുള്ള പെൺകുട്ടിയാണ് അവളായിട്ട് എനിക്ക് എപ്പോഴും എന്റെ കൂടെ നിൽക്കും എന്നുള്ള ആ ഒരു ഇതുമെല്ലാം അവൻ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അതെനിക്കൊരു നല്ല പോയിന്റ് ആയിട്ട് തോന്നി. ബിക്കോസ് അങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ. അവൻ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അതിന്റെ ഒരു നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നുള്ളതുകൊണ്ട്.
പിന്നെ ഇതുപോലൊരു സിനിമ നമ്മൾ മുമ്പൊട്ടും കണ്ടിട്ടില്ല. ഇത് ഒരു ഫോർമാറ്റോ ഇങ്ങനെ ഒരു ഈ ഒരു തീമും ഇങ്ങനെ ഒരു ഫീലും ഉള്ള ഒരു സിനിമ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല മലയാളത്തിലെന്ന് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അത് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ഞാൻ വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സിനിമയിലോട്ട് പോവാം. പിന്നെ ഞാൻ അടുത്തിടയ്ക്ക് കണ്ട വേറൊരു സിനിമയാണ് പൊന്മാൻ. ജ്യോതിഷ് ശങ്കർ ഡയറക്ട് ചെയ്ത് ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമയാണ് പൊന്മാൻ. വേറെ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു ആൺ കഥാപാത്രം മെയിൻ ആയിട്ട് വരുന്ന ഒരു സിനിമയിൽ എങ്ങനെ അതിനെ ടോക്സിക് മസ്കുലിനിറ്റി ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഒരു ടോക്സിസിറ്റി ഇല്ലാതെ എങ്ങനെ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത് സിനിമ കാണിച്ചു. ആൺ കഥാപാത്രമാണ് മെയിൻ ക്യാരക്ടർ. അയാളുടെ ഒരു സ്ട്രഗിളും അയാളുടെ ജീവിതവുമാണ് കാണിക്കുന്നത്. എന്നാൽ ഒട്ടും തന്നെ അതിനെ ഒരു മാസ് മൂവി ആക്കാനോ ഒട്ടും ആ ഒരു കഥാപാത്രത്തിനെ എങ്ങനെ അതിനെ ഒട്ടും ഞാൻ വലിയ ആളാണ്, ഞാൻ ഭയങ്കര അടിച്ചിടിച്ച് എല്ലാരെയും വീഴ്ത്തും അങ്ങനെ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഇതിനകത്ത്. എന്നാ വാസലിന്റെ കഥാപാത്രം നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത്രയും നന്നായിട്ട് ഒരു ടോക്സിസിറ്റി ഇല്ലാതെ ആ ഒരു കഥാപാത്രത്തിനെ വലിയ ഒരു സംഭവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയുടെ ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്. പൊന്മാന്റെ കഥയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിയും അവരുടെ അമ്മയും ചേട്ടനും കൂടെ സ്വർണം ഇടാനില്ല, കല്യാണത്തിന് സ്വർണം ഇല്ലാത്തതുകൊണ്ട് ഇത്രയും സ്വർണം തരാമെന്ന് കല്യാണത്തിന് പറഞ്ഞിട്ടേ ആ ഒരു കല്യാണം നടക്കാൻ അവർ സമ്മതിക്കുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ ഇതാണ്. ഡൗറിയുടെയും സ്ത്രീധനത്തിന്റെയൊക്കെ ബാഡ് സൈഡ് കാണിക്കുന്ന ഒരു ഭാഗവും ഈ സിനിമയ്ക്കുണ്ട്. അതിന്റെ ഒരു എത്രയും കുഴപ്പം പിടിച്ചൊരു സാധനമാണ് ഈ കല്യാണത്തിന് സ്വർണം കൊടുക്കുക എന്നുള്ള പരിപാടി എന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ കഥയില് ഇങ്ങനെ ഒരു കല്യാണത്തിന് സ്വർണം വാടകയ്ക്ക് എടുക്കുന്ന പരിപാടി പോലെയാണ് ഇത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർണ്ണക്കടക്കാര് വൈകുന്നേരം സ്വർണം കൊണ്ട് തരും. എന്നിട്ട് ആ കല്യാണത്തിന് കിട്ടുന്ന ഗിഫ്റ്റുകളിൽ നിന്നും കാശ് പിരിച്ചെടുക്കില്ലേ, കല്യാണത്തിന് കാശ് കൊടുക്കും ആൾക്കാർ വരുന്നവര്, ആ കാശ് ഈ സ്വർണ്ണക്കടക്കാർക്ക് കൊടുക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്ന് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല ഇടയ്ക്ക് ഉണ്ട് എന്നാണ്. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. സ്വർണ്ണക്കടക്കാര് സ്വർണം കൊടുക്കും, എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന കാശ് ആണ് അവർ അതിന് വിലയായിട്ട് തിരിച്ചെടുക്കുന്നതെന്ന്. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ ഒരു കാശില്ലാത്ത പെൺകുട്ടി അവരുടെ ഫാമിലി ഇങ്ങനെ സ്വർണ്ണക്കടക്കാരിൽ നിന്ന് എടുക്കും. എന്നിട്ട് അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ അത്രയും കാശ് പിരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പം ഈ സ്വർണ്ണക്കടക്കാരനായിട്ടാണ് ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ. ആ ക്യാരക്ടർ വന്നിട്ട് ആ സ്വർണം എങ്ങനെയെങ്കിലും അയാൾക്ക് തിരിച്ചു കിട്ടണം. അയാളുടെ ആ ഒരു സ്ട്രഗിൾ ആണ് ഈ സിനിമ മുഴുവൻ കാണിക്കുന്നത്. അത് നന്നായി കാണിച്ചിട്ടുണ്ട്. ആ സിനിമയില് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ഹീറോയിക് ആക്കുന്നത്. ഒട്ടും ടോക്സിസിറ്റി ഇല്ലാതെ ആ ക്യാരക്ടറിനെ ഹീറോയിക് ആക്കിയിട്ടുണ്ട്. പല മൊമെന്റിലും ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ നമുക്കങ്ങ് ഭയങ്കര മാസായിട്ട് തന്നെ തോന്നും, പക്ഷെ ഒട്ടും ടോക്സിസിറ്റി ഇല്ല. അതാണ് ആ സിനിമയുടെ ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ആവശ്യത്തിന് തമാശയുണ്ട്, ആവശ്യത്തിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന മൊമെന്റ്സ് ഉണ്ട്. എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പൊന്മാൻ നല്ലൊരു സിനിമയാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നാരായണീന്റെ 3 ആൺമക്കൾ എന്നുള്ള സിനിമ. ശരൺ വേണുഗോപാൽ ഡയറക്ട് ചെയ്ത് സുരാജ് വെഞ്ഞാറമ്മൂട് എന്നുള്ളവരെല്ലാരും അഭിനയിച്ച ഒരു സിനിമയാണ്. പക്ഷെ അതിൽ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സെപ്പറേറ്റ്ലി പറയാനുള്ളവർ 2 പേര് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. ആ സിനിമയുടെ കഥയെന്ന് വെച്ചാൽ ഒരു അമ്മ ഉണ്ട് നാരായണി, അവര് മരിക്കാറായി കിടക്കുകയാണ്. അപ്പൊ അവരുടെ 3 ആൺമക്കള് പല സ്ഥലത്തു നിന്നും വരും അമ്മ മരിക്കുന്നത് കാണാൻ വേണ്ടി. പക്ഷെ അമ്മയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടും അമ്മ മരിക്കുന്നില്ല. അമ്മ മരിക്കാൻ വേണ്ടി ഇവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരമ്മയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് അമ്മ എപ്പോഴാണ് മരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് ഈ
മൂത്ത ചേട്ടന്റെയും ഏറ്റവും ഇളയ അനിയന്റെയും മക്കളുണ്ട്. അവര് തമ്മില് ഇതുവരെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അവര് തമ്മില് കാണുന്നു, ആദ്യമായിട്ട് കാണുന്നു. അവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഡെവലപ്പ് ആവുന്നു. അവര് തമ്മിൽ ഒരു സ്നേഹം പോലെ ഡെവലപ്പ് ആവുന്നു. അതാണ് കഥയുടെ തീം. എല്ലാവർക്കും ഈ ഒരു കസിൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ആർട്ടിക്കിളും വായിച്ചു, അതിനെക്കുറിച്ച് പലരും പല ചർച്ചയും നടത്തി കുളമാക്കിയിട്ടുണ്ടെന്ന് കണ്ടു. പക്ഷേ ഈ ഒരു സിനിമയിൽ ആ ഒരു അവരുടെ രണ്ടുപേരുടെയും ബോണ്ട് കാണിച്ചിട്ടുള്ളത് എന്ത് നന്നായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അറിയാമോ? ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സും ആ ഒരു രണ്ട് ആക്ടേഴ്സ്, ഗാർഗി അനന്തനും തോമസ് മാത്യു ആണ് ഈ സിനിമ ക്യാരി ചെയ്യുന്നത് തന്നെ. അവരാണ് അവരുടെ ഷോൾഡേഴ്സിലാണ് ഈ സിനിമ ഇരിക്കുന്നത്. അത്രയും നന്നായിട്ട് അവർ രണ്ടുപേരും ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സും നന്നായി ക്യാരക്ടറിനെ നമ്മള് അങ്ങ് കാണിച്ചേക്കാണ്. അവര് ആക്ട് ചെയ്യാണെന്ന് തോന്നില്ല, അവരങ്ങ് അത് ജീവിക്കുകയാണെന്ന് തോന്നുന്നു. അത്രയും നന്നായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു അവരുടെ ബോണ്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, കാണിച്ചേക്കുന്നത് ഇത്രയും നന്നായിട്ട് ഇമോഷൻസിനെ കൺവേ ചെയ്യുന്ന ഒരു മലയാള സിനിമ ഞാൻ ഈ അടുത്തിറങ്ങിയും കണ്ടിട്ടില്ല. അത്രയും നന്നായിട്ട് അവരുടെ ആ രണ്ടുപേരുടെയും അവരുടെ എങ്ങനെയാണ് അവർ തമ്മില് ആ ഒരു ബോണ്ട് ഡെവലപ്പായി വരുന്നതെന്ന് നന്നായി കാണിച്ചിട്ടുണ്ട്. ഒട്ടും നമുക്കത് ഡേർട്ടി ആയിട്ട് തോന്നില്ല. ഒട്ടും ഒരു അയ്യേ എന്താ ഇവര് കസിൻസ് അല്ലേ എന്നൊന്നും നമുക്ക് തോന്നില്ല. ബിക്കോസ് അവര് അറിയാം, നമുക്ക് അവർ ഇതൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല തമ്മിൽ. പക്ഷെ അവരുടെ ആ ഒരു ബോണ്ട്, അവർക്ക് തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അത് കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ കമ്പയർ ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിൽ രണ്ട് സിബ്ലിങ്സ് ഉണ്ട്, അവർക്ക് തമ്മിൽ ഇഷ്ടമുള്ള. ആ സിബ്ലിങ്സ് സെർസിയും ജെയ്മിയും നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട് എന്നുള്ളത്. ബാക്കി കാണുന്നവർക്ക് തോന്നുമായിരിക്കും അയ്യേ ഇവര് അനിയെ ട്വിൻസ് ആണ്, ട്വിൻസ് അല്ലേ, അവരെങ്ങനെ അയ്യേ എന്നൊക്കെ തോന്നും. പക്ഷെ ആ ക്യാരക്ടേഴ്സ് തമ്മിൽ സ്നേഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് ഈ നിഖിലും ആതിരയും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആസ് എ വ്യൂവർ നമുക്കത് നന്നായി ഫീൽ ചെയ്യാൻ പറ്റും. നിഖിലും ആതിരയും തമ്മിൽ എത്രയ്ക്ക് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്, അവരെങ്ങനെ അവര് കൂട്ടാവുന്നുണ്ട്, അവർക്ക് നല്ല ഒരു പ്രത്യേകതരം ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് തെറ്റാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് തെറ്റാണെന്ന് പോലും തോന്നിയില്ല. അത്രയ്ക്ക് നന്നായിട്ട് സിനിമയിൽ അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ രണ്ട് ആക്ടേഴ്സ് ഗാർഗിയും തോമസും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെ അഭിനയമാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്നത്. കൂടാതെ തന്നെ അതിന്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക് എല്ലാം തന്നെ ഈ സിനിമയിൽ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ ഭയങ്കര നല്ല സിനിമയാണ്. നാരായണീന്റെ മൂന്ന് ആൺമക്കൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്. പിന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട വേറൊരു സിനിമയാണ് രേഖാചിത്രം. എനിക്കങ്ങ് ഓക്കെ സിനിമയാണെന്നേ തോന്നിയുള്ളൂ. ഭയങ്കര നല്ലതാണെന്നൊന്നും തോന്നിയില്ല. കുറെ നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഈ സിനിമ കണ്ടത്. പക്ഷെ എനിക്കത് എന്തോ ആദ്യം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡ്രാഗിങ് ആണെന്ന് തോന്നി. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് വെറുതെ വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. എന്നുവെച്ചാൽ ഇതിന്റെ കഥ ഒരാള് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവും, ഞങ്ങള് കുറച്ച് 4 പേരും കൂടെ ഒരു പെൺകുട്ടിയെ ഇവിടെ പണ്ട് കുഴിച്ചിട്ടിരുന്നു എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരൻ ആസിഫ് അലിയാണ് പോലീസുകാരനെ പ്ലേ ചെയ്യുന്നത്. ആസിഫ് അലിയും വേറെ കുറച്ച് പോലീസുകാരും കൂടെ വന്ന് അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോ ഒരു സ്കെലിട്ടൺ കിട്ടും ആ പെൺകുട്ടിയുടെ. അപ്പൊ ഈ പെൺകുട്ടി ആരാണ്, എങ്ങനെ ഇവിടെ വന്നു, അവളുടെ ഹിസ്റ്ററി എന്താണെന്നൊക്കെ ഇവര് തപ്പി പോകുന്നൊരു കഥയാണ്. അവരെന്നാൽ തപ്പി അങ്ങ് അറ്റത്തെത്തുമ്പോഴേക്കും ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ആ ക്രൈം എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ക്രൈം എങ്ങനെയാണ് നടന്നതെന്നും ആ ക്രൈമിന് ആരാണ് ആ പെൺകുട്ടിയെ കൊന്നതെന്നും അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് വരെ എത്തണമെങ്കിൽ കുറെ ഡ്രാഗിങ് കഴിഞ്ഞിട്ടേ നമ്മൾ അവിടെ എത്തുന്നുള്ളൂ. കുറെ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അതിന് കുറച്ച് സമയം എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ബോറടിച്ചു. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബോറടിച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ഈ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ പെൺകുട്ടി കാണാതാവുന്നതും മരിക്കുന്നതും ഒക്കെ. അപ്പൊ ആ സിനിമ പണ്ട് നടന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഇതില് മമ്മൂട്ടി അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പൊ അവരത് ആ പഴയ കാലത്ത് കൊണ്ടുപോയി മമ്മൂട്ടിയൊക്കെ കാണിച്ച്
പിന്നെ പണ്ടത്തെ ഡയറക്ടേഴ്സിനെയും പണ്ടത്തെ ആക്ടേഴ്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് കുറച്ച് ബോറടിച്ചു. പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് മാസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ ക്യാരക്ടേഴ്സ് കുറച്ചുപേരെ അടിച്ചു വീഴ്ത്തുന്നതൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നി. ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയിൽ അതൊരു പോലീസ് ആയതുകൊണ്ട് വെറുതെ പോലീസിന്റെ ജാട കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് വേറൊരാൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷെ അങ്ങനെ തോന്നി. അതുകൊണ്ട് രേഖാചിത്രം ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ആ സിനിമയുടെ ഒരു കാര്യം പറയാനുള്ളത്. ബാക്കി ആക്ടിങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയത് ഈ പഴയ സിനിമയും സിനിമയുടെ കാര്യങ്ങളും മമ്മൂട്ടിയെ കാണിച്ചിട്ടുള്ളതും ഒക്കെയാണ് നന്നായിട്ട് തോന്നിയത്. ബാക്കി അതിനകത്ത് കഥ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ആ ഒരു ക്രൈമിനെ ഫോക്കസ് ചെയ്താണ് ഈ സിനിമ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ബാക്കി ഈ ഇൻവെസ്റ്റിഗേഷനും ആസിഫ് അലിയൊക്കെ മാറ്റിയിട്ട് ആ ഒരു ക്രൈം, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, സ്പോയിലർ അലേർട്ട്, ഇതില് കൊല്ലുന്നത് ഒരു സ്ത്രീയാണ്. അതായത് ഇതിന്റെ വില്ലൻ ഒരു സ്ത്രീയാണ്. അപ്പൊ ആ ഒരു സ്ത്രീ കഥാപാത്രം വില്ലൻ ടോട്ടലി അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ അവരെ ഭയങ്കരമായിട്ട് അണ്ടർ യൂട്ടിലൈസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അവരതിനകത്ത് സ്ത്രീയിൽ കൂടെ ആ സിനിമയിൽ 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അവരുടെ ആ ഒരു 10 മിനിറ്റ് കഥാപാത്രം തന്നെ അവർ നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ത്രീ വില്ലനെ, ഫീമെയിൽ വില്ലനെ അവർക്ക് നന്നായി യൂട്ടിലൈസ് ചെയ്യായിരുന്നു. നന്നായിട്ട് കൂടുതൽ അവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കാമായിരുന്നു. അവരുടെ ബാക്ക് സ്റ്റോറിയോ അവരുടെ കഥയോ കുറിച്ച് കുറച്ചുകൂടെ കാണിക്കാമായിരുന്നു. പക്ഷെ അവർ കാണിച്ചിട്ടില്ല. ആ ഒരു ക്രൈമിനെയും അവരെങ്ങനെ ആ കൊലപാതകം നടത്തുന്നു അങ്ങനെയുള്ളതിനെ കുറിച്ച് അതിൽ ഫോക്കസ് ചെയ്താണ് ഈ സിനിമ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓക്കെ, പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ സമയം ഡ്രാഗ് ചെയ്തു പോയി എന്നെനിക്ക് തോന്നി. അത്രേ ഉള്ളൂ. ബാക്കി രേഖാചിത്രം ഓക്കെ, കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് കണ്ട 4 സിനിമകൾ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാം. നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ ഉള്ളത്. എമ്പുരാൻ ഞാൻ കണ്ടില്ല. എനിക്ക് അങ്ങനെ മാസ് സിനിമകൾ കാണാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൂസിഫറും കണ്ടിട്ടില്ല. എമ്പുരാൻ കാണണം എന്നാരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ ശ്രമിക്കാം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.